തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നവീകരണ പ്രവൃത്തി നടക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സന്ദർശനം നടത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ കളക്ടർ വരുന്ന ഡിസംബർ 31-ന് മുമ്പ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാറുകാരനും എഞ്ചിനീയർമാർക്കും നിർദ്ദേശം നൽകി. AC മൊയ്തീൻ MLA അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ചാണ് ആധുനിക രീതിയിൽ ഗ്രൗണ്ട് നവീകരിക്കുന്നത്. മണ്ണും മണലും ഉപയോഗിച്ച് ഗ്രൗണ്ട് ലെവലിംഗ്, സിന്തറ്റിക് ജമ്പിംഗ് പിറ്റ്, ബാസ്കറ്റ്, വോളിബോൾ കോർട്ടുകൾ, ഡ്രസ്സിംഗ് റൂം, ചുറ്റുമതിൽ, ചുറ്റും ഫെൻസിംഗ് നെറ്റ്, ഡ്രൈനേജ് തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത്. 2 വർഷം മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഗ്രൗണ്ട് ഉപയോഗപ്രദമല്ലാത്തതിനാൽ കുട്ടികളുടെ കായിക പരിശീലനം മുടങ്ങിക്കിടക്കുകയാണ്. ഇതിനെ തുടർന്നാണ് കളക്ടർ ഗ്രൗണ്ടിൽ സന്ദർശനം നടത്തിയത്. കൂടുതൽ തൊഴിലാളികളെയും യന്ത്രസാമഗ്രികളും ഉപയോഗിച്ച് ഡിസംബർ 31-ന് മുമ്പ് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. കായിക താരങ്ങൾക്ക് പരിശീലനത്തിനാവശ്യമായ സാമഗ്രികളും ഉപകരണങ്ങളും നൽകാമെന്നും ഭക്ഷണത്തിനാവശ്യമായ സൗകര്യമൊരുക്കാൻ പരിശ്രമിക്കുമെന്നും കളക്ടർ ഉറപ്പു നൽകി. ഗ്രൗണ്ട് കുട്ടികളുടെ കായിക പരിശീലനത്തിനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വിട്ടു നൽകരുതെന്നും കളക്ടർ കർശനമായി നിർദ്ദേശം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, പ്രിൻസിപ്പാൾ KF സിൻഡ, ഹെഡ്മിസ്ട്രസ് ബീന C. ജേക്കബ്, കായികാധ്യാപകൻ മുഹമ്മദ് ഹനീഫ, PTA SMC അംഗങ്ങളും സന്നിഹിതരായിരുന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി.